കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഇതുപോലെ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നമ്മളിതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഡബിൾ ബോയിൽ ചെയ്ത് അതൊന്ന് റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു 250 ml മൈദ മാവ് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു തവണ മാത്രം ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ 2 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ഇട്ടിട്ട് നമ്മൾ 250 ml പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി തന്നെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചിരിക്കുന്നതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ വെൽറ്റ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് കുറച്ച് പകുതിയോളം അതിലേക്ക് ഒഴിച്ച് കുറച്ച് ചോക്ലേറ്റും കൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വിരിച്ചതിലേക്ക് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു 3/4 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലും പിന്നെ ഫുൾ ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് നമ്മളിതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബ്രൗണി അടിപൊളിയായി തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളതൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ചോക്ലേറ്റും കൂടി ഇതിലേക്ക് ആക്കിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് നന്നായി ഒന്ന് മെൽറ്റായിക്കോളും. ഉറച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.